نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه ഹേയ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിന്റെ EVS അല്ലെ പരിസര പഠനത്തിന്റെ ചോദ്യപേപ്പർ നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്. അപ്പോൾ റെഡി അല്ലേ നിങ്ങള്? ഇന്നത്തോടു കൂടി പരീക്ഷയൊക്കെ തീർന്നു അല്ലേ? ഇനി കുറച്ച് അടിച്ചു പൊളിക്കാം. 10 ദിവസം ലീവ് അല്ലേ? പൊളിച്ചടക്കും നമ്മൾ അല്ലേ? പൊളിച്ചടക്കും അല്ലേ? 10 ദിവസം ലീവാ. 10 ദിവസം ലീവ് എന്തൊക്കെ ചെയ്യാണ്ട് ബീച്ച് പോകാണ്ട് പോകാണ്ട് അവിടെ പോകാണ്ട് ഇവിടെ പോകാണ്ട് മറ്റേ പോകാണ്ട് പ്ലാനിങ് ആയിരിക്കും അല്ലേ? ഇങ്ങോട്ടൊക്കെ പോകാനുണ്ടാവും. സെറ്റാക്ക് അടിച്ചു പൊളിച്ച് പരീക്ഷയൊക്കെ ഉഷാറായി എഴുതിയില്ലേ? പിന്നെ LSS ഒക്കെ വരുന്നുണ്ട്. കുറച്ചൊക്കെ പഠിക്കൊക്കെ വേണം വേണ്ടേ? എന്നാലും ഒരു 2 ദിവസമൊക്കെ നിങ്ങൾ കളിക്കും. 2 ദിവസമൊക്കെ അടിച്ചു പൊളിച്ച് കളിക്കും കേട്ടോ. ഓക്കെ റെഡി. LSS ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? LSS ഇല്ലാത്തവരൊക്കെ കളിക്കാം. LSS വേണം വേണ്ടേ? എല്ലാവരും എഴുതണം എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ റെഡി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം അല്ലെ? നമുക്ക് ചോദ്യപേപ്പർ നോക്കാം. ചോദ്യപേപ്പർ നോക്കുന്ന ഒരു കാര്യം പറയാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറെ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എനിക്കിങ്ങനെ കാണാൻ പറ്റും. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്കും ചെയ്ത് ഇതിന്റെ പുറത്തുള്ള കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കും കേട്ടോ. ഓക്കെ റെഡി. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം. റിതം ആൻഡ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ആക്ടിവിറ്റി 1 ആണ്. ഫ്രം മീരാസ് ഡയറി. ഒരു ഡയറി ഉണ്ട്, നമുക്കൊന്ന് വായിച്ചോളൂ അല്ലേ? 2022 March 6 Sunday. Today is the festival day in our temple. We were fascinated by the festive scenes. The programs were splendid. Okay, I watched Autumn Tullal for the first time. The costumes were colorful and the music as well as the instruments were amusing. It was interesting to listen to the social criticism presents satirically. Okay, Topi Mathalam and Ideyaka were used to enrich the performance. I will ask more details about Autumn Tullal and other art form to my teacher the next day. Okay, Topi Mathalam is a smaller version of Shuddha Mathalam. Okay, till recent days, Topi Mathalam was used as the main musical instrument for Tullal. Okay. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം ഒക്കെ പഠിത്തം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അടുത്ത പേജിലാണ് വരുന്നത്. ഓക്കെ നോക്കാം. Hope you have reached Mira's diary. Now identify the following art forms and write their names in the boxes below. Okay. അവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? അതിന്റെ നെയിംസ് താഴെ എഴുതാൻ വേണ്ടി പറയണം. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് കഥകളി, മാർഗം കളി, ഒപ്പന, തിരുവാതിര അല്ലേ? ഇംഗ്ലീഷുകാർ എങ്ങനെയാ പറയുക? അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഓക്കെ റെഡി. അടുത്ത നോക്ക്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓഫ് എനി ഓഫ് ദ ആർട്ട് ഫോംസ് ഇൻ ദ അബോവ് പിക്ചർ. അവിടെ കൊടുത്തിരിക്കുന്ന 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഷോർട്ട് നോട്ട് നമ്മളോട് നോക്കി താഴോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ പഠിക്കാൻ പറഞ്ഞതാണ് അല്ലേ? പഠിക്കാൻ പറഞ്ഞ കാര്യമാണ്. അപ്പൊ എന്തായാലും നമ്മൾ എഴുതണം അല്ലെ? അടിന്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടും അടി. ഞാൻ പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ റെഡി. അടുത്ത ആക്ടിവിറ്റി 2 ആണ്. ലെറ്റ്സ് സീ ദ മൂൺ. Okay, you may know that we can see illuminated part of the moon fully visible from the earth on certain day. Name the day. ആ ഒരു ഏത് ദിവസമാണ് നമുക്കത് ആ ഒരു ദിവസത്തിന്റെ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഏതാണ്? ഫുൾ മൂൺ ഡേ അല്ലേ? ഫുൾ മൂൺ ഡേ ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ അടുത്ത നോക്കൂ. The moon and the earth will be on a straight line. Okay, on the day in which the illuminated part of the moon can be fully seen, observe the picture given below. What will be the order of the moon, the earth and the sun on this day? Write it down. ഓക്കെ, നമ്മളോട് താഴെ അതിന്റെ ചിത്രങ്ങൾ വരയ്ക്കാനും അതുപോലെ തന്നെ അതിന്റെ പേരുകൾ എഴുതാനും വേണ്ടി പറയണം. ഒന്നാമത്തത് നമുക്ക് സണ്ണ്, രണ്ടാമത്തത് എർത്ത്, മൂന്നാമത്തത് മൂൺ അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യണം? അതിന് ചിത്രങ്ങൾ വരച്ചു കൊടുക്കുകയും വേണം. ചിത്രങ്ങൾ അതിന് ഫുള്ളാക്കി വരയ്ക്കുകയും വേണം. വരയ്ക്കൂലേ? ഓക്കെ റെഡി. അടുത്തത് അമ്പിളി മാമൻ ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ ഡേ ബൈ ഡേ. ഓക്കെ, സ്മോളർ ആൻഡ് സ്മോളർ ബൈ ഡേ. ചെറുതായി. ഇറ്റ് വാസ് വാനിഷ്ഡ്. Where is now? Do you agree with Ammukutti? The moon is not seen on some days. Is it because it is vanished? Find the answer to Ammukutti's doubts. അമ്മുക്കുട്ടിന്റെ ഡൗട്ട് തീർത്തു കൊടുക്കാൻ വേണ്ടി പറയണം. ഓക്കെ, എങ്ങനെ ഡൗട്ട് തീർക്കാം? The moon cannot shine by itself. മൂണ് സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നില്ല? മൂണ് സ്വന്തമായിട്ട് ഷൈൻ ചെയ്യില്ല അല്ലേ? മൂൺ റിഫ്ലക്ട്സ് ദ സൺലൈറ്റ്സ്
that falls on it. അല്ലേ, മൂൺസ് എന്ത് ചെയ്യാണ്? മൂണ് സൺലൈറ്റിന്റെ ആ ഒരു ലൈറ്റിൽ എന്ത് ചെയ്യാണ്? റിഫ്ലക്ട് ചെയ്യുക ചെയ്യുന്നത്. അല്ലാണ്ട് സ്വന്തമായിട്ട് മൂൺ എന്ത് ചെയ്യുന്നില്ല? പ്രകാശിക്കുന്നില്ല. അല്ലെ, അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അല്ലെ, ന്യൂ മൂണിന്റെ കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി, അതിനെപ്പറ്റി എന്ത് ചെയ്യുക? ചെറിയൊരു ഷോർട്ട് നോട്ടും നമ്മൾ എന്ത് ചെയ്യുക? അവിടെ എഴുതുക. അതുപോലെ തന്നെ താഴെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക? എഴുതി കൊടുത്താൽ അതിനെന്ത് ചെയ്യുന്നു? ഫുൾ മാർക്ക് നമുക്ക് കിട്ടുന്നു. അടുത്തത് ആക്ടിവിറ്റി 3 ആണ്, വെറൈറ്റി ഓഫ് ഒബ്ജക്ട്സ് ആണ്. അല്ലെ, ദ ഫോളോയിങ് ആർ ദ നെയിംസ് ഓഫ് ഒബ്ജക്ട്സ് കളക്ടഡ് ബൈ അനു ആസ് പാർട്ട് ഓഫ് ദ ക്ലാസ് റൂം ആക്ടിവിറ്റി. ആർ ദേ ഓഫ് ദ സെയിം സ്റ്റേറ്റ് ഓഫ് മാറ്റർ? ക്ലാസിഫൈ ദം ബേസ്ഡ് ഓൺ ദെയർ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഓക്കെ, അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? 3 കള്ളിയിലാക്കിയിട്ട് എഴുതണം. അല്ലെ, ഒന്നാമത്തെ കള്ളിയിൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആണ്. സോളിഡിൽ വരുന്നത് ബ്രിക്ക്, ബാർ ഓഫ് സോപ്പ്, പീസ് ഓഫ് വുഡ് വരും. ലിക്വിഡില് അല്ലെ, ലിക്വിഡിൽ വാട്ടർ, ഹണി, അല്ലെ, കെറോസിൻസ് ഒക്കെ പറഞ്ഞ് ലിക്വിഡിൽ വരും. അടുത്തത് ഗ്യാസിൽ എയർ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ ഒക്കെ എന്ത് വരും? എയറിൽ, ഗ്യാസിൽ വരും. അല്ലെ, അടുത്തത് നോക്കാൻ നമ്മുടെ ഒബ്സർവ് ദ പിക്ചർ ആണ്. പിക്ചർ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഡു യു നോട്ടീസ് എനി ഫീച്ചേഴ്സ് ഓഫ് വാട്ടർ ഫ്രം ദിസ് പിക്ചർ? റൈറ്റ് ഇറ്റ് ഡൗൺ. നമ്മളോട് ആ വാട്ടറിന്റെ എന്തെങ്കിലും ഒരു ഫീച്ചർ നമ്മൾ മനസ്സിലാക്കിയാൽ എഴുതാൻ വേണ്ടി പറയാണ്. അല്ലെ, ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ. അല്ലെ, ഫ്ലോയിങ് വാട്ടർ എന്തുണ്ടാവും? പവർ ഉണ്ടാവും. ഓക്കെ, റെഡി. അടുത്തത്, അനു ഈസ് ബോയിലിംഗ് വാട്ടർ ഇൻ ഹെർ കിച്ചൺ. അനു ഈസ് ബോയിലിംഗ് വാട്ടർ ഇൻ ഹെർ കിച്ചൺ. അല്ലെ, വെള്ളം തിളപ്പിക്കുക. ഷീ നോട്ടീസ്ഡ് വാട്ടർ വേപ്പർ റൈസിംഗ് അപ്പ്. മുകളിലൊക്കെ പൊന്തുന്നതാണ് നീരാവി. ഷീ സഡൻലി കവേഴ്സ് ദ വെസൽ വിത്ത് എ ലിഡ്. മൂടി വെച്ച് അടച്ചു. ആഫ്റ്റർ സം ടൈം ഷീ റിമൂവ്ഡ് ദ ലിഡ്. ഷീ ഹാസ് എ ഡൗട്ട്. How did water drops appear under the lid? എന്തുകൊണ്ടാണ് വാട്ടർ ഡ്രോപ്സ് മൂടിയുടെ താഴെ വന്നത്? What is your reply to Anu's questions? അപ്പോൾ അനുവിന്റെ ക്വസ്റ്റ്യന് റിപ്ലൈ പറയാൻ വേണ്ടി പറയണം. ഈ മൂടിയുടെ താഴത്തെ ഈ വെള്ളത്തുള്ളികൾ വരാൻ കാരണം എന്താ നിങ്ങളോട് ചോദിക്കുന്നത്? അതിന്റെ റിപ്ലൈ പറയാൻ വേണ്ടി പറയാം നിങ്ങളോട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? വാട്ടർ വേപ്പർ ചേഞ്ചസ് ഇൻ ടു വാട്ടർ വെൻ ഇറ്റ് കൂൾസ്. അല്ലെ, വാട്ടർ വേപ്പർ എന്താവും? ചേഞ്ചസ് ഇൻ ടു വാട്ടർ വെൻ ഇറ്റ് കൂൾസ്. അത് തണുക്കുമ്പോൾ അത് എന്തായി മാറും? വാട്ടർ ആയിട്ട് മാറും, നീരാവി തണുക്കുമ്പോൾ. അല്ലെ, ഓക്കെ. അടുത്തത് ആക്ടിവിറ്റി 4 ആണ്, ഫീച്ചേഴ്സ് ഓഫ് എയർ ആണ്. അപ്പു ഡിസൈഡഡ് ടു pour the kerosene into a bottle that he bought from the ration shop. Observe the given picture. Okay, picture 1 ഉം picture 2 അവിടെ കൊടുത്തിട്ടുണ്ട്. picture 1 ഉം picture 2 നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണ് അവിടെ ചോദിക്കുന്നത് നോക്കാം. റെഡി. Which position of the funnel helps to pour the kerosene into the bottle easily? Explain the reason. അപ്പോൾ നമുക്ക് എന്താ പറയാ? അതിൽ picture 1 അല്ലേ? picture 1 there is a space for the air inside the bottle to come അല്ലേ, come out when the kerosene is poured. അല്ലേ, അപ്പോൾ ആ ഒന്നാമത്തെ ബോട്ടിലിൽ നമ്മൾ അങ്ങനെ പൊന്തിച്ച് വെച്ചുകൊണ്ട് അതിൽ ഉണ്ടാവുന്ന എയർ, ബോട്ടിൽ ആദ്യം ഉണ്ടാവുന്ന എയറിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഒഴിക്കുമ്പോൾ പുറത്തേക്ക് സ്പീഡ് പോകാൻ പറ്റും. അപ്പോൾ സ്പീഡിൽ അത് നിറയും. അല്ലേ, ഓക്കെ, റെഡി. യെസ്, ഓക്കെ. അടുത്തത് നമ്മളോട് കംപ്ലീറ്റ് ദ വേർഡ് വെബ് ആണ്. അപ്പോൾ എയറിന്റെ എന്തൊക്കെ പ്രത്യേകതകൾ എന്നുള്ളത് നമുക്ക് അറിയാം. അതിന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഹാസ് നോ ഷേപ്പ്, ഹാവ് വെയിറ്റ്, അല്ലെ, സ്പേസ് ടു എക്സിസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അവിടെ എഴുതി കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത് ആക്ടിവിറ്റി 5 ആണ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. നമ്മൾ പഠിക്കാൻ പറഞ്ഞ കാര്യമായിരുന്നു. റീഡ് ദ പോസ്റ്റർ പ്രിപ്പയർഡ് ബൈ മാളു ഫോർ സ്കൂൾ സയൻസ് ഫെയർ, ഇന്ത്യസ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ സാറ്റലൈറ്റ്സ് മെയ്ഡ് ബൈ മാൻ ആൻഡ് സെന്റ് ടു ദ സ്പേസ് ഫോർ വാരിയസ് പർപ്പസസ്. These satellites are sent to the outer space with the help of rocket. Our country has launched different satellites like Apple, GSAT, EduSat, etc. Satellites are very helpful for us. Okay, what are the uses of artificial satellites? നമ്മളോട് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന്റെ യൂസസ് ചോദിക്കുകയാണ്. ഒന്നാമത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെയോ നമ്മൾ പഠിച്ചതാണ് അല്ലേ, വെതർ ഫോർകാസ്റ്റും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി കംപ്ലീറ്റ് ടാബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് അല്ലെ, ആര്യഭട്ട നമുക്ക് എഴുതാം. ഇന്ത്യസ് ഫസ്റ്റ് സാറ്റലൈറ്റ് ആര്യഭട്ട. എഡ്യൂസാറ്റ് എന്റെ പേർപ്പസ് വരുന്നത് എഡ്യൂക്കേഷൻ പേർപ്പസ് ആണ്. അടുത്തത് ഇൻസാറ്റ് 3 അല്ലേ, അത് വരുന്നത് സാറ്റലൈറ്റ്സ് ഹെൽപ്പ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു സാറ്റലൈറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 6 ആണ്, കേരള അവർ ലാൻഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് ദ പ്ലേസസ് ഇൻഡെക്സ്ഡ് ബിലോ ഓൺ ദ മാപ്പ് ബൈ യൂസിങ് അപ്രോപ്രിയേറ്റ് സിംബൽസ്. അപ്പോൾ ആ സിംബൽസ് ഉപയോഗിച്ചിട്ട് നമ്മളോട് അവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി പറയണം. ഒന്നാമത് തേക്കടിയാണ്. തേക്കടി ആ ഒരു സിംബൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇടുക്കിയിൽ മാർക്ക് ചെയ്യാം.
രണ്ടാമത്തേത് കൊച്ചിൻ ഹാർബർ ആണ്. കൊച്ചി സ്ഥിതി ചെയ്യുന്ന എറണാകുളത്താണ്. അപ്പോൾ ആ ഹാർബറിന്റെ ചിഹ്നം വെച്ചിട്ട് എറണാകുളത്ത് മാർക്ക് ചെയ്യാം. മൂന്നാമത്തേത് കുമരകം ബേർഡ് സാങ്ച്വറി ആണ്. കുമരകം വരുന്നത് കോട്ടയത്താണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പക്ഷിയുടെ ചിഹ്നം വെച്ചുകൊണ്ട് അവിടെ മാർക്ക് ചെയ്യാം. നാലാമത്തേത് നമ്മളോട് ക്യാപിറ്റൽ ചോദിക്കുകയാണ്. ക്യാപിറ്റൽ ഏത് പൊട്ടനാണ് ക്യാപിറ്റലിലെ തലസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ട്രിവാൻഡ്രം നമുക്ക് എന്ത് ചെയ്യാം അവിടെ മാർക്ക് ചെയ്യാം. നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ ഡയറക്ഷൻ. ഡയറക്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പിന്നെ യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റിന്റെ പേരാണ്. അപ്പൊ നമുക്ക് ഏതാ, മരീനേഴ്സ് കോമ്പസ് അല്ലെ. അതും കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു EVS നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ പറഞ്ഞ ഒരുവിധം കാര്യങ്ങൾ 4-5 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ആകെ 6 ചോദ്യമേ ഉള്ളൂ. അതിൽ 3-4 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞത് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് എഴുതി, അടിപൊളിയായിട്ട് എഴുതി വിജയിക്കും അല്ലേ. നന്നായിട്ട് വിജയിക്കൂല, ഫുൾ മാർക്ക് വാങ്ങി വിജയിക്കൂലേ. വിജയിക്കട്ടെ, എല്ലാവരും അടിച്ചു പൊളിച്ച് ഫുൾ മാർക്ക് ഉണ്ടായിട്ട് എല്ലാവരും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറന്നു പോകരുത്, ലൈക്കും സബ്സ്ക്രൈബും പിന്നെ അടിച്ചു പൊളിക്കുക. ലീവല്ലേ, കുറച്ച് അടിച്ചു പൊളിക്കുക, നമുക്ക് കുറച്ച് പഠിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ, സീ യു. അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.